നിന്റെ അമ്മയാണ് നോടി ഫോണില്. ഹലോ, കീർത്തിയുടെ അമ്മയാണോ? ആ ഹലോ ചേച്ചി, അവളെന്തിനാ കരയുന്നത്? എന്തിനാണ് കരയുന്നതെന്നോ? അവൾ കരയാനിരിക്കുന്നേ ഉള്ളൂ. അവക്കറിയത്തില്ലല്ലോ സ്വർണത്തിന്റെ വില എത്രയാണെന്ന്. എന്തായാലും നാളെ നിങ്ങൾ ഇങ്ങോട്ട് വാ, നമുക്ക് നേരിട്ട് കണ്ട് സംസാരിക്കാം. ആ ശരി ചേച്ചി. അതെ, ഞാൻ ഇപ്പൊ കീർത്തിയെ വിളിച്ചിരുന്നു. അവൾ ഇന്നലെ വിളിച്ചില്ലല്ലോ. അപ്പോൾ അവിടെ ഭയങ്കര കരച്ചിലൊക്കെ അവള്. പിന്നെ അവളുടെ അമ്മായിയമ്മ ഫോൺ പിടിച്ചു വാങ്ങിച്ചിട്ട് പറഞ്ഞു അവൾക്കെന്തോ സ്വർണത്തിന്റെ വിലയൊന്നും അറിഞ്ഞൂടാ, നമ്മൾ നാളെ അവിടെ വരെ ചെല്ലണമെന്ന്. എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നടാ. നമ്മൾ പേടിച്ചതുപോലെ സംഭവിക്കും അമ്മ. എന്തായാലും അവര് വിളിച്ച സ്ഥിതിക്ക് നമുക്ക് പോയേ പറ്റൂടാ. നമ്മളെ കൊച്ചവിടെ ആയിപ്പോയില്ലേ. അമ്മ, വെറും കൈയും വീശി എങ്ങനെ അങ്ങോട്ട് കയറി ചെല്ലണത്? കൊടുക്കാനുള്ളതിൻ്റെ പകുതി കാശെങ്കിലും കൊണ്ടല്ലേ അങ്ങോട്ട് ചെല്ലാൻ പറ്റൂ. നമുക്ക് ഈ മാല അങ്ങ് പണയം വയ്ക്കാം, അല്ലെങ്കിൽ വേണ്ട വിൽക്കാം. അതൊന്നും വേണ്ട അമ്മ, ആകെ ഉള്ളത് ഒരു തരി പൊന്നാണ്, അതവിടെ കിടന്നോട്ടെ. അതൊന്നും സാരമില്ലടാ. എൻ്റെ കൊച്ചവിടെ കരഞ്ഞ് നിലവിളിച്ചിരിക്കുമ്പോൾ എനിക്കെന്തിനീ മാലയൊക്കെ? ഒരു മനസ്സമാധാനവും ഇല്ലടാ. നമുക്കിതങ്ങ് വിൽക്കാതാ നല്ലത്. അമ്മ, ഒന്നും കൂടെ ആലോചിച്ചിട്ട് പോരെ? അന്നും സാരമില്ലടാ, നമുക്ക് വേറെ മാല ഇനി ഉണ്ടാക്കാൻ പറ്റും. അപ്പം അവള് സന്തോഷമായിട്ടിരിക്കട്ടെ. അന്യ വീട്ടിൽ ചെന്ന് കിടന്ന് കഷ്ടപ്പെടുകയായിരിക്കും. ഇത് കൊണ്ടുപോയി വിറ്റോ, അമ്മയ്ക്കൊരു സങ്കടം.